എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ ഇന്ന് മോർണിംഗിൽ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് മാർക്കറ്റുകൾ 8 ദിവസത്തെ അവധിക്ക് ശേഷം ഇന്ന് റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഇൻഡെക്സുകളും പുതിയ 10 ഇയർ 4 ഇയർ ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചിപ്പ് സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ ഡാറ്റാ സെൻറ്റർ സ്റ്റോക്കുകളൊക്കെ 20-25% ബെറ്ററായിട്ട് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടാണ് ചൈനയിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ ഡൗ ജോൺസ് ഇൻഡെക്സ് ഒഴികെ മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. S&P 500 നാസ്ഡാക്കും വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചിപ്പ് സ്റ്റോക്കുകൾ വീണ്ടും ഇന്നലെ അമേരിക്കയിൽ മുന്നേറിയിരിക്കുകയാണ്. NVIDIA വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രോഡ്കോം ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. AMD പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, മറ്റ് മേജർ ടെക്നോളജി സ്റ്റോക്കുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി ബെറ്ററായിട്ടാണ് ഇന്നലെ അമേരിക്കയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ടെക്നോളജി സെക്ടറിൻ്റെ ഒരു സ്ട്രെങ്ത് തന്നെയാണ് അമേരിക്കയിൽ ഇന്നലെ വീണ്ടും ഒരു പോസിറ്റീവ് ക്ലോസിന് ഇടം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും 5 മന്ത്സ് അല്ലെങ്കിൽ 6 മന്ത് ഹൈനടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡാക്സ് 52 വീക്ക് ഹൈനടുത്താണ് അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ ഈ ജർമ്മൻ ഇൻഡെക്സ് 52 വീക്ക് ഹൈ ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒപ്പം നമ്മൾ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഏഷ്യയിലെ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും സ്ലൈറ്റ്ലി വീക്കായിരുന്നു. അത്തരത്തിലുള്ള ഒരു സെൻറ്റിമെൻറ്റ് തന്നെയായിരുന്നു ഇന്ത്യയിൽ ബെറ്ററായിട്ട് ഓപ്പൺ ചെയ്ത് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് വീണ്ടും ഇന്നലെ പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്തിരുന്നു. $460.2 പെർ ഔൺസ് ആണ് സ്പോട്ട് ഗോൾഡ് ഇന്നലെ ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $418 പെർ ഔൺസിനാണ്. അതോടൊപ്പം തന്നെ സ്പോട്ട് സിൽവർ ഇന്നലെ പുതിയ 14 ഇയർ ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. $49.59 പെർ ഔൺസ് ആണ്. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $48.76 പെർ ഔൺസ് ആണ്. കോപ്പർ ഇന്നലെ വീണ്ടും പുതിയ 15 മന്ത് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഇന്ന് മോർണിംഗിൽ ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അലുമിനിയം പുതിയ 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഇന്ന് മോർണിംഗിലും പുതിയ 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. സിങ്ക് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ബ്രന്റ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. 88.79 രൂപ പെർ ഡോളറിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ നമ്മൾ ഗ്ലോബൽ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ചൈന വീണ്ടും റെയർ എർത്ത് മാഗ്നറ്റ് എക്സ്പോർട്ടുമേൽ കൺട്രോൾ കൊണ്ടുവരികയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലേക്ക് അത്തരത്തിലുള്ള എക്സ്പോർട്ട്സ് ചൈനയിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന റെയർ എർത്ത് മാഗ്നറ്റ്സ് ഒരു കാരണവശാലും US എക്സ്പോർട്ട് ചെയ്യില്ല എന്നുള്ളൊരു അഷുറൻസും കൂടി ചൈന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ചൈന വീണ്ടും റെയർ എർത്ത് എക്സ്പോർട്ട്സ് കൺട്രോൾ ചെയ്യാൻ പോവുകയാണ്, പ്രത്യേകിച്ച് അമേരിക്കയിലേക്ക്. അപ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതങ്ങളും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്തിരിക്കാം. അതേസമയം ചൈന, റഷ്യ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ സ്റ്റാൻഡ് വളരെ സ്ട്രോങ് ആണ്. അമേരിക്കയുടെ പല നയങ്ങൾക്ക് എഗനസ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡ് തന്നെയാണ്. ഇത് തീർച്ചയായിട്ടും പല അനൗൺസ്മെൻറ്റുകൾക്കും പല ആക്ടിവിറ്റികൾസും ഇടയാക്കും. അത് തീർച്ചയായിട്ടും മാർക്കറ്റുകളിൽ അതിൻ്റേതായ വോളാറ്റിലിറ്റിയൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ABB അവർ ആദ്യം റോബോട്ടിക് ഡിവിഷൻ ഡിമർജ് ചെയ്യാനാണ് ഡിസിഷൻ എടുത്തിരുന്നത്. അത് മാറ്റി സോഫ്റ്റ് ബാങ്കിന് ഈ റോബോട്ടിക് ഡിവിഷൻ $5.46 ബില്യൺ സെല്ല് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ ABB ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഡീമർജർ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. നെഗറ്റീവ് ഒന്നുമല്ല, എന്നിരുന്നാലും ഒരു ഡീമർജർ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സാത്വിക് ഗ്രീൻ എനർജി പുതുതായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയായിരുന്നു. എക്സലൻറ്റ് Q1 റിസൾട്ടാണ് പുറത്തു വിട്ടിരിക്കുന്നത്. ബൊണ്ടാൻഡ എഞ്ചിനീയറിംഗ് 78.3 മെഗാവാട്ടിൻ്റെ സോളാർ പ്രൊജക്റ്റ് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്.
CG കൺസ്യൂമർ ഇലക്ട്രിക്കൽസ് 51.6 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. സോളാർ റൂഫ് ടോപ്പ് ഇൻസ്റ്റലേഷന് വേണ്ടിയാണ്, തെലങ്കാനയിൽ നിന്നാണ്. സെൻറ്റം ഇലക്ട്രോണിക്സ് GRSC ആയിട്ട് ടൈപ്പിൽ എത്തിയിട്ടുണ്ട്. ഹൈ ടെക്നോളജി നാവിഗേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓർഡർ ഈ കമ്പനിക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സെൻറ്റം ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. HFCയിൽ 303 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഓവർസീസ് ഓർഡറാണ്. അതോടൊപ്പം തന്നെ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ടാറ്റ ക്യാപിറ്റൽ ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നു. 1.96 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് എല്ലാവർക്കും അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. LG ഇലക്ട്രോണിക്സ് ഇന്നലെ സെക്കൻഡ് 3.33 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ഇന്നാണ് ക്ലോസിങ്. ഇന്ന് ഓപ്പൺ ചെയ്യുന്ന 2 മെയിൻ ബോർഡ് IPOs ഉണ്ട്. ഒന്ന് റോബിക്കോൺ റിസർച്ചാണ്, എക്സലൻറ്റ് കമ്പനിയാണ്, നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു മെയിൻ ബോർഡ് IPO ആണ്. 485 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. അതോടൊപ്പം തന്നെ കനറ റോബെക്കോ AMC ഇന്ന് ഓപ്പൺ ചെയ്യാണ്. 266 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. മൈനർ ലിസ്റ്റിംഗ് ഗെയിൻ അല്ലെങ്കിൽ മോഡറേറ്റ് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു മെയിൻ ബോർഡ് IPO ആണ്. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് LG ഇലക്ട്രോണിക്സ് ഇന്ന് ക്ലോസ് ചെയ്യും, റൂബിക്കോൺ റിസർച്ച് ഇന്ന് ഓപ്പൺ ചെയ്യും, കനറ റോബെക്കോ ഇന്ന് ഓപ്പൺ ചെയ്യും. ഈ IPOയിൽ അപ്ലൈ ആവുന്നതാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. മാർക്കറ്റ് വീണ്ടും വൊളാറ്റിലിറ്റി കാണിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് Q2 റിസൾട്ടുകൾ വരാണ്. ടാറ്റ, എൽഎക്സി, TCS കമ്പനികളുടെ ഈ റിസൾട്ടുകൾക്കനുസരിച്ചാണ് ടെക്നോളജി സെക്ടറിൽ നമുക്കൊരു ആക്ടിവിറ്റി കാണാൻ സാധിക്കുള്ളൂ. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ Q2 റിസൾട്ടുകൾ തന്നെയാണ്. ഫ്ലാറ്റ് റവന്യൂ ഗ്രോത്ത് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്നിരുന്നാലും റുപ്പി ഡിപ്രിസിയേഷൻ്റെ ഒരു ബെനിഫിറ്റ് പ്രോഫിറ്റബിലിറ്റിയിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം ഗൈഡൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ റിസൾട്ടുകൾക്ക് ശേഷം നമുക്കൊരു ഇമ്പാക്റ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. അതുവരെ ഒരു കോഷനോട് കൂടി മാർക്കറ്റിൽ ആക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഒപ്പം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ഇവൻറ്റുകൾ. നാളെയാണ് നോബൽ പ്രൈസ് കമ്മിറ്റിയുടെ മീറ്റിംഗ് വരുന്നത്. അപ്പോൾ സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് ആർക്കാണെന്നുള്ള കാര്യം നാളെ അറിയാം. ഒരു തമാശയാണോ ഈ കമ്മിറ്റി അനൗൺസ് ചെയ്യാൻ പോകുന്നുള്ള കാര്യം നമുക്ക് നാളെ കാണാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇവൻറ്റിന് വേണ്ടി കാത്തിരിക്കാം. അതേസമയം നല്ല മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിക്കുകയാണ്. താങ്ക് യു.